ഇനി 2004 ശേഷം ജനിച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അപേക്ഷയോടൊപ്പം നൽകേണ്ട രേഖ എന്നുള്ളത് നിങ്ങൾ ജനിച്ച തീയതിയും ജനിച്ച സ്ഥലവും വ്യക്തമാക്കുന്ന രേഖയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ രക്ഷിതാക്കളിൽ രണ്ടുപേരും മാതാവും പിതാവും രണ്ടുപേരും ഉണ്ടെങ്കിൽ രണ്ടുപേരുടെയും ജനിച്ച സ്ഥലവും തീയതിയും വ്യക്തമാക്കുന്ന രേഖയും നിങ്ങളുടെ അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട BLOക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോമും അതുപോലെ തന്നെ ഈ രേഖയും ഒന്നിച്ച് അറ്റസ്റ്റ് ചെയ്താണ് ആ സമയത്ത് നിങ്ങൾ BLOക്ക് സമർപ്പിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ നടപടിക്രമം എന്നുള്ളത്. 2004 ശേഷം ജനിച്ച ആരുടെയെങ്കിലും മാതാവോ പിതാവോ ഇന്ത്യക്കാരനല്ലെങ്കിൽ അവർ പുറത്തുള്ള ആളാണെങ്കിൽ അതിന് മറ്റു നിയമ വഴികളും അവർ പറയുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള അഫിഡവിറ്റ് സമർപ്പിക്കണമെന്നാണ്. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഇതാണ് നടപടിക്രമം എന്നുള്ളത്. ഇനി ഫോം 6 എന്നുള്ള ഒരു പ്രത്യേക ഫോമുണ്ട്. പുതുതായി വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കേണ്ട ആളാണ് നിങ്ങളെങ്കിൽ ഇത്തരം രേഖകളോടൊപ്പം തന്നെ ആ ഫോം 6 നിങ്ങൾ ഫില്ല് ചെയ്ത് നൽകേണ്ടതുണ്ട്. അത് ബന്ധപ്പെട്ട BLOക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം മുതലാണ് BLO വീടുകളിൽ എത്താൻ തുടങ്ങിയത്. ഡിസംബർ 4 വരെയുള്ള കാലയളവിൽ ഈ ഒരു മാസത്തിനുള്ളിൽ കൃത്യമായിട്ട് 3 തവണ നിങ്ങളുടെ വീടുകളിലേക്ക് BLO എത്തും. അതിൽ അവർ ഫോം നിങ്ങൾക്ക് നൽകും. നിങ്ങളത് ഫില്ല് ചെയ്ത് ബന്ധപ്പെട്ട BLOക്ക് തിരിച്ചു നൽകേണ്ടതാണ്. ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ വെക്കേണ്ടതുമാണ്. ഈ കയ്യിൽ വെക്കേണ്ട കോപ്പി എന്നുള്ളത് ഇതിൽ ഏതെങ്കിലും കാരണം കൊണ്ട് ഹിയറിങ്ങിന് നിങ്ങളെ ഹാജരാവാൻ പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ നൽകേണ്ടതും അതോടൊപ്പം തന്നെ അന്ന് കാണിക്കാനുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ വെച്ച് ഒന്ന് നിങ്ങൾ BLOക്ക് നൽകേണ്ടതാണ്. നിലവിൽ ഇതാണ് SIRമായി ബന്ധപ്പെട്ട നടപടിക്രമം എന്നുള്ളത്.